ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 14-ാം വാക്യം. അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? സ്നേഹമുള്ളവർ, ഇന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുക. ഡേറ്റ് അനുസരിച്ച് നാളെയാണ്, പക്ഷേ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് നമ്മളത് ആഘോഷിക്കുകയാണ്. വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. അതുകൊണ്ട് നമുക്ക് ഇന്ന് വൈദികർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ സേവനം ചെയ്യുന്ന, നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ എല്ലാ വൈദികരെയും ഓർക്കുവാനായിട്ട്, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പണ്ട് ഈ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. വൈകുന്നേരം കുരിശു വരയ്ക്കുമ്പോൾ ഒരു രഹസ്യം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ നിന്നുപോയി. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥന നിൽക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കും. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ബലം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതൊരിക്കലും ഞങ്ങളുടെ കഴിവുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതല്ല. അവയൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം ഞങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ദിവസം പോലും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മൾ കിടന്നുറങ്ങരുത്. അതുകൊണ്ട് വൈകുന്നേരം കുരിശു വരയ്ക്കുമ്പോൾ ഒരു രഹസ്യം വൈദികർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. അവർ വിശുദ്ധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നല്ല പുരോഹിതരായിട്ട് വളർന്നു വരുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ടല്ലേ, അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? കറക്റ്റാണ്, വീഴും. പലപ്പോഴും നമ്മളിങ്ങനെ നയിക്കുന്നവരല്ലേ. എൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവ് ഞാൻ പരിഹരിക്കാതെ മറ്റൊരുവനെ തിരുത്താനായിട്ട് തയ്യാറാവരുത്. പലപ്പോഴും മറ്റുള്ളവരെ തിരുത്താനായിട്ട്, മറ്റുള്ളവരെ നേർവഴിക്ക് നയിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ അതങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ ഈശോ കൃത്യമായിട്ട് പറയുന്നത്, നിന്റെ ജീവിതത്തിലെ അന്ധത നീ മാറ്റണം, നിന്റെ കണ്ണ് നീ തുറക്കണം. നിന്റെ കണ്ണ് നീ തുറക്കണമെങ്കിൽ നീ പാപാവസ്ഥയിൽ നിന്ന് മാറി വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ട് ഇടയാവണം. നീ വിശുദ്ധമായ ജീവിതം നയിച്ചാൽ മാത്രമേ മറ്റൊരുവനെ വിശുദ്ധിയിലേക്ക് നയിക്കാനായിട്ട് നിനക്ക് പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ നീ എത്ര പറഞ്ഞു കൊടുത്താലും അവനത് കേൾക്കത്തില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാവുന്നില്ലെങ്കിൽ അതിന് പ്രധാന കാരണം എൻ്റെ ജീവിതത്തിലെ കുറവുകളുണ്ട്. നമ്മളെല്ലാവരും കുറവുള്ളവരാണ് കേട്ടോ. ആരും പൂർണ്ണരല്ല. പൂർണ്ണനായിട്ട് ഒരുവൻ മാത്രമാണത്, എൻ്റെ ദൈവം മാത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറവുകളുണ്ട്. സ്നേഹമുള്ളവർ, ഈ കുറവ് നമുക്ക് അംഗീകരിക്കാം. കുറവ് അംഗീകരിച്ചാൽ മാത്രം പോലെ ഈ കുറവ് പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കണം. ഈ കുറവ് ഞാൻ പരിഹരിച്ചിട്ട മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കേണ്ടത്. മറ്റുള്ളവർക്കൊരു ഉപദേശം കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ ഒരു പോരായ്മയുണ്ടെങ്കിൽ നമ്മളത് പരിഹരിക്കണം. പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കുക പോലും ചെയ്യാതെ മറ്റുള്ളവരെ ഉപദേശിക്കാനായിട്ട് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമുക്ക് പരിഹരിക്കാം. മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാനായിട്ട് ആദ്യം ഞാൻ നന്മയിലൂടെ നടക്കണം. എൻ്റെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട്, അങ്ങനെ മറ്റുള്ളവരെയും ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.